ആകാശവാണി വാർത്താവീക്ഷണം. ദേശീയ ഐക്യത്തിന്റെ ശില്പിക്ക് അഭിവാദ്യം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തിൽ ആദരമർപ്പിച്ച് രാജ്യം. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. രാഷ്ട്രനിർമ്മാണത്തിൽ അഭൂതപൂർവമായ സംഭാവനകൾ നൽകിയ ദേശീയ നേതാക്കളിലൊരാളായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. അഭിമാനപൂരിതമായ ഈ ദിനത്തിൽ രാജ്യമെമ്പാടും സർദാർ പട്ടേലിന്റെ ദർശനങ്ങൾ, ധീരത, ഐക്യത്തിനുള്ള ആഹ്വാനം എന്നിവ വിപുലമായി ആഘോഷിക്കുകയാണ്. ഇന്ത്യ എക്കാലവും ഐക്യത്തോടെയും സ്വയം പര്യാപ്തതയോടെയും നിലകൊള്ളണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ പട്ടേലിന്റെ 150-ാം ജന്മവാർഷികമാണിത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ജീവിതത്തിനും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിനും രാജ്യം ആദരമർപ്പിക്കുന്നു. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാദിൽ ജനിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ഒരു സ്വാതന്ത്ര്യസമര സേനാനി മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഐക്യത്തിന് അടിസ്ഥാനശില പാകിയ വ്യക്തി കൂടിയായിരുന്നു. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിന്ന് ഉയർന്നുവന്ന് അഭിഭാഷകനായും ദേശീയ നേതാവായും ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയവും നേതൃപാടവവും 560-ലധികം നാട്ടുരാജ്യങ്ങൾ ഒരു മഹത്തായ രാഷ്ട്രമായി സംയോജിപ്പിക്കാൻ സഹായിച്ചു. ഖേഡ, ബർദോളി പ്രസ്ഥാനങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സ്നേഹവും ആദരവും നേടി. ജനങ്ങൾ അദ്ദേഹത്തെ നേതാവ് എന്നർത്ഥം വരുന്ന സർദാർ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ആരിലും ബഹുമാനം ജനിപ്പിക്കും വിധത്തിലുള്ള ശക്തമായ വ്യക്തിത്വത്തിനുടമയായിരുന്ന സർദാർ പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന പേര് തികച്ചും അർത്ഥപൂർണമാണെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഐക്യമില്ലാത്ത മനുഷ്യശക്തി ഒരു ശക്തിയല്ലെന്നും സമൂഹം ശരിയായ രീതിയിൽ ഏകീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും സർദാർ പട്ടേൽ വിശ്വസിച്ചിരുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി അദ്ദേഹം എടുത്ത ഓരോ തീരുമാനങ്ങളിലും ഈ വിശ്വാസം പ്രതിഫലിച്ചു. സർദാർ പട്ടേലിന്റെ ശ്രദ്ധേയമായ സംഭാവനകളെ ആദരിക്കുന്നതിനായി ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് അഥവാ ദേശീയ ഐക്യദിനമായാണ് ആഘോഷിക്കുന്നത്. മാതൃരാജ്യത്തിന്റെ ശക്തിയുടെയും ഒരുമയുടെയും പ്രതീകമായി ഇന്ന് രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ദേശീയ സൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ് രാഷ്ട്രീയ ഏകതാ ദിനാചരണം. സർദാർ പട്ടേലിന്റെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തെ രാഷ്ട്രീയ ഏകതാ ദിനത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട്. പല തലങ്ങളിൽ അതുല്യമായ ദിനാഘോഷങ്ങൾ ഈ വർഷത്തെ ദിനാചരണത്തിന് ജനമനസ്സുകളിൽ പ്രത്യേക ഇടം നേടിക്കൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ ഏകതാ നഗറിൽ നടന്ന ഏകതാ ദിന ആഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി തുടർന്ന് നടന്ന പ്രൗഢഗംഭീരമായ പരേഡ് വീക്ഷിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്ക് അതീതമായി രാജ്യത്തെ ഒന്നിച്ചു നിർത്തിയത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവേചനരഹിതവും അഴിമതിരഹിതവുമായ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ജനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളെയും പ്രവൃത്തിയെയും ഓരോ പൗരനും അവഗണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. BSF, CRPF തുടങ്ങിയ സായുധ സേനാ വിഭാഗങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന പോലീസ് സേനകളും ഏകതാ പരേഡിന്റെ ഭാഗമായി. വ്യോമസേനയുടെ എയർ ഷോയും ഇതോടനുബന്ധിച്ച് നടന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സേനാംഗങ്ങളുടെയും പങ്കാളിത്തവും ഇത്തവണത്തെ പരേഡിന്റെ സവിശേഷതയായിരുന്നു. പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഗാർഡ് ഓഫ് ഓണറിന് വനിതാ ഉദ്യോഗസ്ഥയാണ് നേതൃത്വം നൽകിയത്. CISF, CRPF വിഭാഗങ്ങളിലെ വനിതാ ഉദ്യോഗസ്ഥർ നടത്തിയ ആയോധന കലകളും പരിശീലനങ്ങളും പരേഡിന്റെ മാറ്റുകൂട്ടി. ഈ വർഷത്തെ പരേഡിൽ BSF സേനയിലെ
തദ്ദേശീയ നായ്ക്കളുടെ പ്രത്യേക മാർച്ചിംഗ് സംഘം, ഗുജറാത്ത് പോലീസിന്റെ കുതിരപ്പട സംഘം, അസം പോലീസിന്റെ മോട്ടോർ സൈക്കിൾ ഡെയർ ഡെവിൽ ഷോ, BSFന്റെ ഒട്ടക സംഘവും ബാൻഡും എന്നിവ പ്രധാന ആകർഷണങ്ങളായിരുന്നു. BSF ദൗത്യങ്ങളിൽ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായ സംഭാവന നൽകുന്ന തദ്ദേശീയ നായ ഇനങ്ങൾ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. NCC കേഡറ്റുകളും സ്കൂൾ ബാൻഡുകളും അവതരിപ്പിച്ച ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ചടങ്ങിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ചു. നാനാത്വത്തിൽ ഏകത്വമെന്ന സന്ദേശവുമായി സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും സജ്ജീകരിച്ച നിശ്ചല ദൃശ്യങ്ങളും പരേഡിന്റെ ഭാഗമായി. CRPFലെ ശൗര്യചക്ര പുരസ്കാര ജേതാക്കളും BSFലെ ധീരതാ മെഡൽ ജേതാക്കളും പരേഡിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ നക്സൽ വിരുദ്ധ ദൗത്യങ്ങളിലും ജമ്മു കശ്മീരിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും അസാധാരണ ധീരത പ്രകടിപ്പിച്ചവരാണിവർ. ഇന്ത്യൻ അതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവേളയിലും BSF ഉദ്യോഗസ്ഥർ അതുല്യമായ വീര്യവും ധീരതയുമാണ് കാഴ്ചവച്ചത്. പരേഡിനൊപ്പം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ 1000-ഓളം കലാകാരന്മാർ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചു. ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നടന്ന യൂണിറ്റി മാർച്ചിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. കേരള പോലീസും സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു. ജില്ലകളിൽ നടന്ന ഏകതാ മാർച്ചുകളിൽ നിരവധി പേർ പങ്കെടുത്തു. നാളെ മുതൽ നവംബർ 15 വരെ ഭാരത് പർവ് എന്ന പരിപാടിക്കും ഏകതാ നഗർ ആതിഥേയത്വം വഹിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേളയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. രാജ്യത്തെ ഗോത്ര സമൂഹങ്ങളുടെ മഹത്തായ സംസ്കാരത്തെയും ചെറുത്തുനിൽപ്പിന്റെ കരുത്താർന്ന മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്ന മേള നവംബർ 15-ന് ഭഗവാൻ ബിർസ മുണ്ട ജയന്തി ആഘോഷത്തോടെ സമാപിക്കും. ഐക്യം എന്നത് ഒരുമിച്ച് നിൽക്കുന്നതിനൊപ്പം തന്നെ രാഷ്ട്രത്തിനായി ഒരുമിച്ച് മുന്നേറുക എന്നത് കൂടിയാണ്. തലമുറകൾക്ക് പ്രചോദനമായി ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഏകതാ പ്രതിമ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയത്തിന്റെ പ്രതീകമാണ്. ദേശീയ ഐക്യം, സൗഹാർദ്ദം, രാജ്യസ്നേഹം എന്നീ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനും അവ പിന്തുടരാൻ രാജ്യത്തെ പൗരന്മാരെ പ്രേരിപ്പിക്കാനുമാണ് രാഷ്ട്രീയ ഏകതാ ദിനാഘോഷങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.